ഹലോ മല്ലിക മേഡം, വെൽക്കം ടു VMC മലയാളം. മേഡം എപ്പോഴാണ് VMCയിലെ ആനാപാനസതി ധ്യാനം തുടങ്ങിയത്? എന്തൊക്കെ മാറ്റങ്ങളാണ് മേഡത്തിൽ ഉണ്ടായത്? ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ മാത്രിജിക്ക് താങ്ക് യു. കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. വാവ്, താങ്ക് യു. ഒരു വർഷത്തിലധികമായി ഈ VMCയിൽ വന്നിട്ട് എൻ്റെ അനുജത്തി പറഞ്ഞാണ് ഇത് അറിഞ്ഞത്. ഇത് വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഞാൻ ധ്യാനത്തിൽ വരുന്ന സമയത്ത് ഭർത്താവ് വീഡിയോ എടുക്കുമായിരുന്നു, പേപ്പുപോലെ മദ്യപാനം അങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു മാനസികമായിട്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയെന്ന് വെച്ചാൽ നമ്മളവിടെ എന്തെങ്കിലും ആൾ മിസ്സിങ് ആയിരിക്കും. അങ്ങനെ അത് ഒത്തിരി മദ്യപാനത്തിന് വേണ്ടിയിട്ട് പോവുകയൊക്കെ ചെയ്യും. എത്ര വർഷമായിട്ട്? ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തന്നെ 27-28 വർഷമായിട്ട് ഈ രീതി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പം ധ്യാനത്തിൽ വന്നതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചു, ധ്യാനത്തിൽ വന്നാൽ ഒത്തിരി ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നില്ലെന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സീമാജിയുടെ വീഡിയോ കേട്ടത് അംഗീകാരതത്വം, പവർ ഓഫ് ആക്സെപ്റ്റൻസ്. അതെ, അപ്പം ഈ ഭർത്താവിന് എനിക്ക് തന്നതിന് നന്ദി, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോസ് കേട്ടോണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ശല്യമായിട്ട്, ഇപ്പം ഇയർഫോൺ ഇല്ല, ഫോണിൽ വെച്ച ഒച്ചല കേൾക്കുന്നത്. അപ്പൊ പുള്ളി TV കാണുമ്പോൾ ഒരു ശല്യമായിട്ട് എനിക്കൊരു ഇയർഫോൺ വാങ്ങി തന്നു. നീ ഇത് വെച്ച് കേൾക്ക്, അതെ അതെ, എന്നെ ശല്യപ്പെടുത്തരുത്, നീ ഇത് വെച്ച് കേൾക്കുക, നീ മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് എനിക്കത് വാങ്ങി തന്നു. എന്നിട്ട് ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ഇത് വെച്ച് കേട്ടപ്പോൾ ഒരു ദിവസം തിണ്ണയിലിങ്ങനെ ഇരുന്ന സമയത്ത് പുള്ളി ഇത് വീഡിയോ ഞാൻ കാണുന്നത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ പതുക്കെ ശ്രദ്ധ അതിലേക്ക് വന്നപ്പം ഞാൻ പുള്ളിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടു. അപ്പം പിന്നീട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വെറുതെ ചെയ്ത് നോക്കുക, മനസ്സിന് നല്ല സുഖം കിട്ടും, ഇറച്ചിയും മീനും കഴിക്കാണ്ടിരിക്കൊന്നും വേണ്ട, കഴിച്ചോ, ചെയ്തു നോക്കുന്നു പറഞ്ഞു. അതായത് എന്തായാലും മൂപ്പര് മദ്യപാനം പുകവലിയൊക്കെ ഉണ്ട് പറഞ്ഞ കേക്കില്ല വെച്ചിട്ട് ഇനി ഇറച്ചി മീനെ നിർത്താൻ പറഞ്ഞ ഇനി പ്രശ്നം വെച്ചിട്ട് ആദ്യം ധ്യാനം ചെയ്യുമെന്ന് പറഞ്ഞു. നല്ലൊരു വീഡിയോ ആയിരുന്നു കണ്ടോടും. ഞാനത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു കേട്ടോ. അത് കണ്ട് പിറ്റേ ദിവസം മുതൽ പുള്ളി പതുക്കെ പിന്നെ ഈ വീഡിയോ വെക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു മനസ്സിനൊക്കെ നല്ല സുഖം കിട്ടും, വെറുതെ ഇരുന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ദിവസം ഒന്ന് വെറുതെ ഇരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് 4 മാസമായപ്പോൾ ഭർത്താവ് ധ്യാനത്തിൽ വന്നു. ഭർത്താവ് ധ്യാനത്തിൽ വന്നിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുകവലി നിർത്തി. എത്ര വർഷമായിട്ടുള്ള 6 വർഷമായിട്ടുള്ള 46 വർഷമായിട്ടുള്ള പുകവലി നിർത്തി 40 ദിവസത്തെ ധ്യാനം കൊണ്ട്. മദ്യപാനം അതിന് മുമ്പ് തന്നെ പുള്ളി സ്വയം നിർത്തി. അപ്പൊ ഈ മദ്യപാനം നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സിനിമയിലെ വീഡിയോയിലെ അംഗീകാര തത്വം അതുകൊണ്ട് മാത്രം നിർത്തിയത്. അതായത് കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ഭർത്താവിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഭർത്താവിനെയും അങ്ങനെയുള്ള ഗുണങ്ങളെ നമ്മൾ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിനെ അംഗീകരിക്കാം. അതിന് ശേഷമാണ് ഈ മാറ്റം ഭർത്താവിലുണ്ടായത്. അപ്പൊ ഞാൻ ധ്യാനത്തിൽ വന്നപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു, എന്തുകൊണ്ട് ഞാൻ ധ്യാനത്തിൽ വന്നിട്ടും ഇത് ഇങ്ങനെ ഈ ഭർത്താവിന്റെ ശീലം തുടങ്ങുന്നത്. പിന്നെ മനസ്സിലായി ഞാൻ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞപ്പം ഭർത്താവ് ധ്യാനത്തിലേക്ക് വന്നു. മദ്യപാനം ആദ്യം നിർത്തി, പുകവലി നിർത്തി, സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. അതായത് ഇപ്പൊ ധ്യാനം ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഉള്ളതിനുള്ളതുപോലെ അംഗീകരിക്കാൻ കഴിയണം. അതെ, വീഡിയോസ് കേൾക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതാണ് അതിന്റെ കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതാണ് എന്നിലൂടെ പറയപ്പെട്ട വീഡിയോസ് കേൾക്കാതെ ധ്യാനം ചെയ്യരുത് മക്കളെ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഗുരുവിനോട് അനുവാദം ചോദിക്കാതെയായിരുന്നു ധ്യാനം ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം അനുവാദം ചോദിച്ച് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അതും കൂടി ഇതിലൊരു നിയമമായിരുന്നു എന്നുള്ളത് പ്രകൃതി തോന്നിപ്പിക്കുകയാണ്. നന്ദിയാണല്ലോ. ആയിരുന്നു. ആ അനുവാദം വാങ്ങിച്ച് ഞാൻ ബ്രഹ്മമുഹൂർത്ത ധ്യാനം തുടങ്ങി. മാർച്ച് 6-ാം തീയതി തുടങ്ങിയതിന് ശേഷം അപ്പോൾ ഒരു 7 വർഷം മുമ്പ് ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് മെഷീൻ സ്റ്റക്കായി. അപ്പോൾ എനിക്ക് അന്ന് ആ സമയത്ത് അത് തയ്ച്ച് എടുക്കണമായിരുന്നു. അപ്പോൾ സ്റ്റക്കായ മെഷീൻ ഞാൻ ബലമായിട്ട് ചവിട്ടി. അപ്പോൾ എൻ്റെ ഇടതുമുട്ടിൻ്റെ കാലിന് ഞരമ്പ് എന്തോ ഷേക്ക് വന്നത്. കാലിന് 7 വർഷമായിട്ട് നീരും വേദനയും, എനിക്ക് മുട്ട് മടക്ക പറ്റത്തില്ലായിരുന്നു. വേദന ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് എല്ലിന് തേയ്മാനമാണ്, വേദനയുടെ ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് മരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഒരാഴ്ച കഴിക്കും, പിന്നെ നിർത്തി. പക്ഷേ ഈ വേദന ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇതിൻ്റെ കാരണം എനിക്കറിയാം. ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ വന്ന സംഭവമാണ്. അംഗീകരിക്കാൻ പറ്റിയില്ല. മുട്ട് മടക്കാൻ പറ്റാതെ ഇത്രയും നാൾ കൊണ്ട് കാല് വലിച്ചാണ് നടക്കുക. എനിക്ക് നടക്കാൻ ഒട്ടും പറ്റത്തില്ല. ഓഫീസിൽ പോയി ജോലിക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ വയ്യ. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇരുന്ന് ബ്രഹ്മമുഹൂർത്ത ധ്യാനം തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3 മണിക്ക് ഇരുന്ന് ഒരു 4 മണിക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാലിന് ഭയങ്കര വേദന, ഇവിടെ കാലിന് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യ. അപ്പം ഞാനത് നിലത്ത് ഇറങ്ങിയിരുന്നിട്ട് തിരിഞ്ഞ് ഉരുണ്ട് എന്ത് ചെയ്താലും ഇത് നിലത്തിറങ്ങി കിടക്കാൻ തോന്നി. അപ്പം പെട്ടെന്ന് ഈ വീഡിയോ ഓർമ്മ വന്നു, സിമാരിയുടെ
നമുക്ക് വരുന്നത് അത് അംഗീകരിക്കുക. ധ്യാനം പ്രക്ഷാളനമാണത്. ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുമ്പോൾ പെയിൻ വരും, ദൈവ ശുശ്രൂഷ അംഗീകരിക്കാം. അപ്പം നിരത്തിറങ്ങി കിടക്കാൻ വേണ്ട, ഇല്ല കട്ടിലേക്ക് ഇത് നിർത്തിയിട്ട് എഴുന്നേക്കാൻ അങ്ങനെ തന്നെ മനസ്സിൽ തോന്നുക. അപ്പോഴാണ് ഈ വീഡിയോ ഓർമ്മ വന്നത്. ആ വരുന്ന വേദന സഹിച്ച് ഞാൻ അവിടെ ഇരുന്നു. ധ്യാനത്തിൽ ഉണ്ടാവുന്ന ഏത് വേദനയും പ്രക്ഷാളനമാണ് എന്നുള്ളത് കേട്ടത് ഓർമ്മിച്ചു. കറക്റ്റ് സമയത്ത് ഓർമ്മിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട്, പക്ഷെ എൻ്റെ കാലിങ്ങനെ ക്രോസ് ചെയ്തായിരിക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്തേക്ക് നിവർത്തി വെച്ചിട്ട് മുട്ട് മുതൽ പാദം വരെ ഞരമ്പ് സ്വർണ്ണമാണോ തീയാണോ എന്ന് എനിക്കറിയില്ല. ഞരമ്പ് കീറിപ്പോയി, പാദം വരെ കീറിപ്പോയിട്ട് ഇങ്ങനെ ചെറിയ ഞരമ്പ് വരെ എനിക്ക് കാണാൻ വ്യക്തമായിട്ട്. പക്ഷെ ആത്മാവിലെ കാണുന്ന മനസ്സിലൊന്നും ഒന്നല്ല, ശരിക്കും ഞാൻ കണ്ടിങ്ങനെ മുട്ട് മുതൽ പാദം വരെ കീറി പോകുന്നത്. ആ വേദന സഹിച്ച് ഞാനവിടെ ഇരുന്നു. കീറിപ്പോയി കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ വേദന എല്ലാം പോയി. ആ വേദന എല്ലാം പോയിട്ട് ഞാൻ സുഖമായിട്ടിരുന്ന ബ്രഹ്മമുഹൂർത്ത ധ്യാനം പൂർത്തിയായി. രാവിലെ ഏറ്റവും എനിക്ക് മനസ്സിൻ്റെ കാലിൻ്റെ വേദന പോയല്ലോ എന്നോർത്ത് ഞാൻ വീടിൻ്റെ സ്റ്റെയർ കേസ് 4-5 തവണ ഓടി കയറി ഇറങ്ങി. ചേട്ടൻ പാല് വാങ്ങിച്ചിട്ടപ്പോ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നത്. ആ ധ്യാനം കഴിഞ്ഞപ്പോ ഞാൻ ഓടി കയറി ഇറങ്ങി കാണിച്ചു. എന്റെ കാലിന്റെ വേദന പോയെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഇതിന് ഈ സംഭവം നടക്കുന്ന ഒരാഴ്ച മുമ്പ് ഞാൻ സ്റ്റെയർ കേസിൽ നിന്ന് ഒരു മറ്റേ ലാൻഡിങ്ങിലേക്ക് 3 സ്റ്റെപ്പിന് മുകളിൽ നിന്ന് വീണു. ആ സമയത്ത് വീണിട്ട് ഞാനിങ്ങനെ ശരിക്കും ഒരു കുട മടക്കി ഇടുന്ന പോലെ അങ്ങനെ ചുരുണ്ടുകൂടിയാ ലാൻഡിങ്ങിലേക്ക് വീഴുന്നത്. എനിക്ക് എന്തെങ്കിലും പറ്റി കാണുന്നവർക്ക് അവിടെ തന്നെ അങ്ങനെ കിടന്നോടി. ഞാൻ പറഞ്ഞു താങ്ക് യു, നന്ദി, ഭൂമാതാവിന് നന്ദി, പ്രകൃതി മാതാവിന് നന്ദി എന്ന് പറഞ്ഞൊരു 5 സെക്കൻഡ് അവിടെ ഇരുന്നിട്ട് എനിക്ക് തന്നെ എഴുന്നേക്കാൻ പറ്റി. വേദനകൾക്കും കൂടി നന്ദി പറയാം. അതിനും എനിക്ക് എന്ത് പറ്റിയാലും ശരി, അതിന് നന്ദി പറഞ്ഞു ഞാൻ. അതിനുശേഷമാണ് ഈ ക്ലെൻസിങ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ എൻ്റെ 2 കാലിലും മറ്റേ വെരിക്കോസ് വെയിൻ ഞരമ്പുകൾ തടിച്ച് പച്ച നിറത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കടന്ന് അത് പൂർണ്ണമായിട്ട് മാറി. നന്ദി സിമാജി, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നതിന് നന്ദി. ഞാനല്ല തന്നത്, ഞാൻ പരമഗുരു പറഞ്ഞതനുസരിച്ചു. ഞാൻ അനുസരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, എല്ലാ സൂക്ഷ്മ രഹസ്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയോടുകൂടി സമർപ്പണത്തോടുകൂടി അത് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി. വീഡിയോസ് കാണുന്നതിലൂടെയാണ് എനിക്ക് ക്ലെൻസിങ് എല്ലാം നടന്നത്. കറക്റ്റ് സമയത്ത് വീഡിയോസിൽ കണ്ടത് എനിക്ക് ഓർമ്മ വന്നാലേ ഞാൻ കാലുവേദനയുടെ ഇടയ്ക്ക് ഞാൻ ഏറ്റുപോയിരുന്നെങ്കിൽ പലരും അതേ വേദന വരുമ്പോ എണീക്കേ, അപ്പൊ എണീക്കരുത് മക്കളെ എന്ന് പറയണത് അതാണ്. അതോ കറക്റ്റ് സമയത്ത് എനിക്ക് ആ വീഡിയോ ഓർമ്മ വന്ന സമയത്ത് ഓർമ്മ വന്നു. ഞാൻ അങ്ങനെ തന്നെ സഹിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഓർമ്മ വന്ന്? സഹനത്തോടുകൂടി സമർപ്പണത്തോടും ശ്രദ്ധയോടും നന്ദിയോടും കൂടി എവരിഡേ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അല്ലേ. ഇവിടെ സീമാ സുഭാഷ് എന്ന ഞാൻ ഒരു നിമിത്തമാണ് കേട്ടോ. ശ്രദ്ധയോടുകൂടി ചെയ്തത് നിങ്ങളാണ്. അപ്പൊ എല്ലാ ക്രെഡിറ്റ്സും നിങ്ങൾക്കാണ്. പിന്നെ ഇപ്പൊ അത് പൂർവ്വജന്മ കർമ്മമാണ്. കാലിന്റെ ആ ഒരു 7 വർഷം അത്രയും ദുരിതം അനുഭവിച്ചത് ഏതോ കർമ്മം തീരാണ്. പക്ഷെ അത് ആ കർമ്മം, ആ വേദന അനുഭവിക്കാൻ അതൊരു കാരണമായി. ഏത് ആ ശക്തിയായിട്ട് മിഷന്റെ മുകളിൽ ചവിട്ടിയതൊരു കാരണമായി. എനിക്ക് എന്റെ മനസ്സിലറിയാം എന്തുകൊണ്ടാണ് എന്റെ കാലിന്റെ. പക്ഷെ എനിക്ക് ഡോക്ടറോട് പറയാൻ പേടിയായിരുന്നു. ഇനി കാല് ഓപ്പറേഷൻ ചെയ്താൽ ഞരമ്പ് കട്ടിയത് അങ്ങനെയൊക്കെ ഒരു പേടി ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ ഇന്നൊരു ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാൽ ഇതുവരെ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ബ്രഹ്മമുഹൂർത്ത ധ്യാനത്തിന് ശരിക്കും കൊണ്ട് ഞരമ്പ് മുട്ട് മുതൽ വേറൊരു മുട്ട് മുതൽ പാദത്തിൽ തൊട്ട് മോള് വരെ തീയാണോ സ്വർണ്ണ നിറം പോലൊരു കീറിപ്പോയിട്ട് ചെറിയ ഞരമ്പുകൾ പോലും പിരിവിരുന്നുള്ള ചെറിയ ഞരമ്പുകൾ വരെ ഞാൻ കണ്ടു. അതായത് ക്ലെൻസിങ് നടന്നു, ആ ഡിവൈൻ പ്രോസസ്സ് നടന്നു. ആസ്ട്രൽ സർജറി എന്ന് പറയും. അത് ദൈവത്താൽ ശുശ്രൂഷ, വിശ്വശക്തിയാൽ ശുശ്രൂഷ നടന്നു ഇല്ലേ. ആ കാലിനെ സംബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ആയി കേവലം ധ്യാനത്തിലൂടെ. VMCയിൽ വന്ന് കൂടാതെ ആ കാലിന്റെ ഭാഗത്ത് അങ്ങനെ മുട്ടിന്റെ അവിടെ മുതൽ താഴെ വരെ എപ്പോഴും എനിക്ക് നമ്മൾ വേദനയ്ക്ക് ബാമുകളൊക്കെ തൂത്തുകഴിയുമ്പോൾ നല്ലൊരു കുളിർമ കിട്ടത്തില്ലേ, അതേ ഒരു ഫീലിംഗ് ആയിരിക്കും. ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴും എപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ്. ദൈവ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അനുഗ്രഹമായില്ലേ. ഇനി ആ കാലുകൊണ്ട് സത്യമാർഗത്തിൽ ജീവിച്ച് സത്യത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ VMCയിലൂടെ ആനാപാനസതി ധ്യാനം ചെയ്ത് വെജിറ്റേറിയനായി എന്നിലൂടെ പറയപ്പെട്ട ഓരോ വീഡിയോസ് ശ്രദ്ധയോടുകൂടി കേട്ടതിലൂടെ ഇത്രയും ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. അപ്പോൾ എത്ര സൗഭാഗ്യം ചെയ്തവരാ. നന്ദി. താങ്ക് യു. ലവ് യു സോ മച്ച്. കിട്ടി, ഭർത്താവിന് കിട്ടി. ഭർത്താവിന്റെ ദുർഗുണങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം സുഗുണങ്ങളിലേക്ക് വന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള നല്ല ഗുണങ്ങളോട് കൂടി ഒരു ഭർത്താവാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്ന് 29 വർഷം
കിടക്കുന്ന സമയങ്ങളിൽ പോലും തിരിഞ്ഞു കിടക്കണ്ട വായിനി ബീഡിയുടെ മണം വന്നിട്ട് എനിക്ക് തിരിഞ്ഞു കിടക്കണ്ട. അത്രയ്ക്ക് എത്ര 46 വർഷമായിട്ട് വലിക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്മെല്ല് എന്തായിരിക്കും? ഇതാണ് എന്റെ പ്രകൃതിവാദം. പിന്നെ മാഡം കാക്കനാട് നടത്തിയ പ്രോഗ്രാമിൽ എനിക്കും ചേട്ടനും മോക്കും പങ്കെടുക്കാൻ പറ്റി. മോളൊന്നതിൽ വെജിറ്റേറിയനായി. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അതനുസരിച്ച് മോളെ ധ്യാനം ചെയ്യുന്നുണ്ട്. മോളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും. മോള് ധ്യാനം ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനസ്സിന് സമാധാനമുണ്ട്, ടെൻഷൻ അടിക്കുന്നില്ല. മേഡത്തിന്റെ പേര് പറഞ്ഞു? മല്ലിക. മല്ലിക, വീട് തൊടുപുഴ. അതെ അല്ലേ. സാറിനെയും കൂടെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ. അപ്പോൾ ഇന്ന് സുഗുണങ്ങളാൽ സുസമ്പന്നനായ ഭർത്താവാണ് ഇദ്ദേഹം. ഹായ് പറയൂ. എന്താ നമ്മൾ സാറിൻ്റെയും കൂടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായാലും 46 വർഷമായിട്ടുള്ള പുകവലി നിർത്താൻ 40 ദിവസത്തെ സാധനം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മാഷേ അങ്ങ് സാമാന്യനല്ല, അസാമാന്യനാണ്. താങ്ക് യു. വെജിറ്റേറിയനായി, മദ്യപാനം നിർത്തി, പുകവലി നിർത്തി. അപ്പോൾ സുഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു, പ്രകൃതിയുടെ ആഭരണമായി മാറി അല്ലേ. താങ്ക് യു മാഷേ. എന്നെ ഇത് കാണിച്ചത് എന്റെ സഹോദരിയാണ്. സഹോദരിക്കും നന്ദി. താങ്ക് യു ബാബ. യെസ്. താങ്ക് യു. ലവ് യു മാ. ലവ് യു.